ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ്. നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്തുവാണ്? ഇതാണ്. ഇതെന്തുവാണെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ ചീരയുടെ തണ്ടാണ്. ചീരയുടെ ഇലയല്ല, ചീരത്തണ്ടാണ്. അപ്പം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ചീരത്തണ്ട് തോരനാണ്. അപ്പം ചീരത്തണ്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മളൊരു സാധനവും കൂടെ ചേർക്കും. അതെന്തുവാണ്? അതാണ് നമ്മുടെ ചെറുപയർ. ഇത് ചെറുപയർ നമ്മൾ വേവിച്ചെടുത്താണ്, കുക്കറിലിട്ട് വേവിച്ചെടുത്ത ചെറുപയറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മളിന്ന് വെക്കാൻ പോകുന്ന ഒരു തോരനാണ് നമ്മുടെ ചീരത്തണ്ട് ചെറുപയർ തോരൻ. ഇതിനായിട്ട് നമുക്ക് ഈ ചീരത്തണ്ട് ആദ്യമെല്ലാം അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ തണ്ട് മാത്രം മതി, ഇലയൊന്നും വേണ്ട. മുറ്റിയ തണ്ടാണെങ്കിൽ ഇതിൻ്റെ തണ്ട് ഇങ്ങനെ ഈ തൊലി ഭാഗം നമ്മളിങ്ങനെ എടുത്ത് മാറ്റുക. അതിനുശേഷം രണ്ടായിട്ട് കീറി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൽ ഞാനിത് ഫുള്ള് അരിഞ്ഞെടുക്കട്ടെ. പിന്നെ ഫുള്ള് അരിഞ്ഞെടുക്കണം. ഇലയൊന്നും വേണ്ട, നമുക്ക് ഇതിൻ്റെ തണ്ട് മാത്രം മതി. മുറ്റിയ തണ്ടായാലും കുഴപ്പമില്ല. മുറ്റിയ തണ്ടാണ് സാധാരണ ഇതിന് എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചീരയുടെ തണ്ട് അവിയലിനോ ഒക്കെയാണ് എടുക്കുന്നത്, മുറ്റിയ തണ്ട്. അപ്പോൾ നമുക്ക് തണ്ട് ഇതിപ്പോൾ തോരൻ വയ്ക്കാം. അത് വെച്ച് നല്ല രുചിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മൊത്തത്തിൽ ഞാനിനി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ചീരയുടെ തണ്ട് ഞാൻ ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട്. ഇനി നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ച് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-3 ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ചട്ടിയിലാണ് ചെയ്യുന്നത്. ചട്ടിയിൽ ചെയ്ത് നല്ല രുചി ആയതുകൊണ്ട്, അതുപോലെ നാടൻ ഐറ്റം ആയതുകൊണ്ട് ചട്ടിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ചുമന്ന് വന്നിട്ടുണ്ട് മുളക്. നമുക്കിതിലേക്കിനി ഇതെല്ലാം ചീരയുടെ തണ്ടെല്ലാം അരിഞ്ഞിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ചെറിയ തീ ഏറ്റവും സിമ്മിലാക്കി അടച്ച് വെച്ചാൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് വെള്ളം ഇറങ്ങി അത് വെന്തോളും. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ തേങ്ങ സ്ക്വയറായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്, തിരിങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഉണക്ക മുളക് ഇട്ട് കൊടുക്കാം. എരിക്കനുസരിച്ച് വേണം. ഞാനിത് ഇത്ര ഇട്ടിട്ടുണ്ട്. കുറച്ച് ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, 1-2 ചെറിയ ഉള്ളി, പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ശകലം മതി മഞ്ഞൾപ്പൊടി, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ അരച്ചെടുക്കട്ടെ. അരപ്പ് രണ്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയേണ്ട, ചതച്ചെടുത്താൽ മതി. ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീരത്തണ്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം. എപ്പോഴും ചീരത്തണ്ടും പയറും ഒരേപോലെ ആയിരിക്കണം. പയറിൻ്റെ അളവ് കൂടാൻ പാടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ അരപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അരപ്പ് ഒരുപാട് വേണ്ട, ആവശ്യത്തിന് അരപ്പ് മതി. എന്നിട്ട് മുകളിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തണ്ട് പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല കുഴയാതെ, ഒട്ടും കുഴയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉപ്പ് നമുക്ക് നോക്കാം. ഒരു ശകലം കൂടെ ഉപ്പ് വേണം. ഇനി നമുക്ക് ഇതിനകത്ത് എണ്ണ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ കടുക് വറുത്താണ്, കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ചീരത്തണ്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്.
ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ സ്പെഷ്യൽ ചീരത്തണ്ട് ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരുന്നാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.